ഗാലറിയിൽ ഇരുന്ന് അഭിപ്രായം പറയാനും ഈ കളി നിയന്ത്രിക്കാനൊക്കെ വലിയ സുഖമാണ്. അതിൽ പ്രത്യേകിച്ച് വലിയ കഴിവൊന്നും വേണ്ട. ഗാലറിയിൽ ഇരുന്നിട്ട് അങ്ങനെ വേണ്ട നിർദ്ദേശങ്ങൾ ഇങ്ങനെ കൊടുക്കാം. അങ്ങനെ ചെയ്തിട്ടാണെങ്കിൽ ഗോൾ അടിക്കാമായിരുന്നു, അങ്ങനെ പോയത് ശരിയായില്ല, ആ പാസ് വെറുതെ വിട്ട് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആവേശം കൊള്ളാം കേട്ടോ. പക്ഷേ കളിക്കളത്തിൽ ഇറങ്ങിയിട്ടേ കളിക്കുന്ന ആൾക്കാർക്ക് അറിയാം അവരുടെ ടെൻഷൻ അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദങ്ങൾ. ഇതൊന്നും ഈ ഗാലറിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് ഇങ്ങനെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയാം. അത്തരം ആൾക്കാരെ ഭയങ്കര മഹത്വവൽക്കരിക്കുകയും ഈ കളിക്കളത്തിൽ ഇറങ്ങി കളിക്കുന്ന കളിക്കാരെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊരു മറ്റേ പരിപാടിയാണ്. ആ മറ്റേ പരിപാടിയായിരുന്നു ഈ കുറച്ചു മുമ്പേ നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിൽ അബ്ജോദ് വർഗീസ് നടത്തിയ ഒരു ഈ ന്യൂസ് അവർ ചർച്ച. അതിൽ നമ്മുടെ NP ചെക്കുട്ടി ഉണ്ടായിരുന്നു, ശ്രീജിത്ത് പണിക്കർ ഉണ്ടായിരുന്നു, പിന്നെ KA ഷാജി ഉണ്ടായിരുന്നു, പിന്നെ VR അനൂപ്. ഈ 4 പേരായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത്. ഈ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ, ഈ ചർച്ചയ്ക്ക് ആധികാരികമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ VD സതീശൻ പണ്ട് പറഞ്ഞതൊക്കെ മാറ്റി പറയുന്നു. ഇതായിരുന്നു അബ്ജോദ് വർഗീസിന്റെ വിഷയം. അതാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും. ഇതിനു വേണ്ടിയിട്ട് മൂപ്പര് കുറെ പടിപ്പെട്ടിട്ട് കുറെ പഴയ ക്ലിപ്പിംഗ്സ് ഒക്കെ കാണിച്ചിട്ടോ, ഈ മദ്യ നയത്തെ കുറിച്ചിട്ട്, ഈ കരിമണൽ ഖനനത്തെ കുറിച്ചൊക്കെ ഉള്ള VD സതീശൻ മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ക്ലിപ്പിങ്ങുകളൊക്കെ കാണിച്ചിട്ട് അബ്ജോദ് വർഗീസ് പറയാണ് VD സതീശന്റെ നിലപാട് ശരിയല്ല. പണ്ട് പ്രതിപക്ഷത്തായിരുന്നപ്പോ, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ സതീശൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പതാ സതീശൻ വിഴുങ്ങിയിരിക്കുന്നു, ഇരട്ടത്താപ്പാണ്. ഇത് സംബന്ധിച്ചാണ് ഈ പറയുന്ന പാനലിസ്റ്റുകളൊക്കെ മറുപടി പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് NP ചെക്കുട്ടി തുടക്കത്തിൽ തന്നെ നല്ല വലിയൊരു പഴം ഇങ്ങനെ എടുത്ത് ഉരിഞ്ഞിട്ട് അബ്ജോദ് വർഗീസിന്റെ തൊണ്ടയിലേക്ക് അടുത്ത് തള്ളി കൊടുത്തു. അണ്ണാക്കിലേക്ക് തള്ളി മൂപ്പരാകെ കുറച്ചു നേരത്തേക്ക് അബ്ജോദ് വർഗീസിന് മിണ്ടാട്ടില്ല. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ചെക്കുട്ടി പറഞ്ഞെന്താണെന്നറിയോ, ഈ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ അത് അതേപടി അത് തന്നെ പറയാന്ന് പറഞ്ഞാൽ ഭരിക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ഭരണം കൈയാളുമ്പോൾ നമ്മൾ പ്രായോഗികമായി ചിന്തിക്കും. പണ്ട് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പലതും പറഞ്ഞിട്ടുണ്ടാവും. അത് കേരള രാഷ്ട്രീയത്തിലെ ഒരു രീതിയാണ്. അതാണ് ചെക്കുട്ടി പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത് വലിയ ശരിയൊന്നല്ല, അല്ലേ? അത് വലിയ ഒരു എന്താ പറയാ ശരിയായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷം നടത്തുന്ന എല്ലാറ്റിനെയും കണ്ടടച്ച് വിമർശിക്കുക ശരിയല്ല. പക്ഷെ ഇത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ചെയ്യുന്നതാണ്. ഭരണപക്ഷം എന്ത് ചെയ്താലും അത് മുഴുവൻ തെറ്റാണ്. നല്ലതിനെ നല്ലത് എന്ന് പറയുകയും തെറ്റായതിനെ വിമർശിക്കുകയും ചെയ്യുക എന്നാണ് യഥാർത്ഥത്തിലുള്ള പ്രതിപക്ഷ ധർമ്മം. ഇത് സതീശൻ മാത്രമല്ല, രമേശ് ചെന്നിത്തല മാത്രമല്ല, BJP നേതാക്കൾ മാത്രം, ഇത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഇവർ ഭരണപക്ഷം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിമർശിക്കും. അവർ നേരെ പ്രതിപക്ഷത്ത് വരുമ്പോൾ ഭരണപക്ഷം ചെയ്യുന്ന എല്ലാറ്റിനെയും വിമർശിക്കും. അങ്ങനെ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് VD സതീശൻ വിമർശിച്ച പല കാര്യങ്ങളിൽ നിന്നും VD സതീശന് എന്താ പറയാ ആ വിമർശനങ്ങൾ അതേപടി ഇപ്പം തുടരാൻ പറ്റുന്നില്ല. കാരണം VD സതീശൻ ഇപ്പൊ മുഖ്യമന്ത്രിയാണെന്നേ. എങ്ങനത്തെ മുഖ്യമന്ത്രി? അതാണ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 10 വർഷം ഭരിച്ചിട്ട് മുടിപ്പിച്ചു പോയ ഒരു സംസ്ഥാനം, അവിടെയാണ് VD സതീശൻ കയറിയിരിക്കുന്നത്. ഇതിന് ചില്ലറ ധൈര്യം പോരാ കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്ട് 80,000 കോടി രൂപ കൊടുക്കാൻ കിടക്കുന്നത്, അടിയന്തരമായി കൊടുക്കാൻ 84,000 കോടി രൂപ, അല്ലേ? എന്നിട്ട് മറ്റൊരെന്താ പറഞ്ഞത്, 6,000 കോടി ഖജനാവിലുണ്ട്. 6,000 കോടി ഖജനാവിലുണ്ട് എന്ന് മേനി പറയുന്ന ആൾക്കാർ വരുത്തി വെച്ച അടിയന്തരമായി കൊടുത്തു തീർക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ 84,000 കോടിയാണ്. ഇവര് കാലങ്ങളായി DA DR ഒന്നും കൊടുക്കാതെ സർക്കാർ ജീവനക്കാരെ മുഴുവൻ വഞ്ചിക്കുകയായിരുന്നു. എന്നിട്ട് അവസാനം പോകുന്ന പോക്ക് പറഞ്ഞു ഇതൊക്കെ ഇനി അടുത്ത സാമ്പത്തിക വർഷം മുതൽ തരുന്നു എന്ന് പറഞ്ഞാൽ അതും സതീശന്റെ മണ്ട കിട്ടും. ചുരുക്കി പറഞ്ഞ ഏറ്റവും വലിയ സാമ്പത്തിക ഭാരത്തിന്റെ ഒരു തടവറയിലാണ് VD സതീശൻ എന്ന് പറയുന്നത്.
പക്ഷെ വി ഡി സതീശന് ഇത് തരണം ചെയ്യാൻ അറിയാം. അവിടെയാണ് നമ്മൾ പ്രായോഗികമായ സമീപനം എടുക്കേണ്ടത്. അതാണ് സതീശൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അതാണ് വളരെ കൃത്യമായി സതീശൻ അറിയാം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. അതല്ലാതെ ഇങ്ങനെ പേടിച്ചു പറിച്ചിരിക്കുകയല്ല. ഇവിടെയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആര് വന്നതെന്നറിയോ? വി എം സുധീരൻ വന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ആൾക്കാർക്ക് എന്തും പറയാം. ഈ വി എം സുധീരനെ കുറിച്ച് നമുക്ക് ആർക്കും അങ്ങനെ മോശം അഭിപ്രായമൊന്നുമില്ലല്ലോ. വളരെ സാത്വികനായ നേതാവാണ്. വളരെ അഴിമതിയുടെ കറപുരളാത്ത സംശുദ്ധിയുടെ വിശുദ്ധിയുടെ ഒക്കെ ആളൊക്കെയാണ് ആര്? വി എം സുധീരൻ സതീശന്റെ ഒരു കത്തെഴുതിയിരിക്കുക. ആ കത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ വി ഡി സതീശന്റെ ഈ മദ്യനയം എന്നല്ലാതെ മദ്യനയം UDF മദ്യനയം ഇതുവരെ മദ്യനയം രൂപീകരിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ബഡ്ജറ്റിൽ സതീശൻ രേഖപ്പെടുത്തിയ ഒരു കാര്യം, അതായത് ഞാനത് രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താമെന്ന് കഴിഞ്ഞ LDF സർക്കാർ അബ്കാരി ചട്ടങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മദ്യഷാപ്പുകളിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്താം. പക്ഷേ അതിന് എത്ര ശതമാനമായിരിക്കണം നികുതി എന്നുള്ള കാര്യം അവർ പറഞ്ഞിരുന്നില്ല. അതാണ് സതീശൻ പറഞ്ഞത്. സതീശൻ പറഞ്ഞു വീര്യം കുറഞ്ഞ മദ്യത്തിന് 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120% നികുതി. ഇനി ഈ 10% മുതൽ 20% വരെ വീര്യമുള്ള ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് 175% നികുതി എന്നുള്ളൊരു കാര്യം ബഡ്ജറ്റ് പറഞ്ഞു. ഈ മദ്യവിൽപ്പന എന്ന് തുടങ്ങുന്നു പറഞ്ഞിട്ടില്ല. എന്ന് തുടങ്ങുന്നു പറയണമെങ്കിൽ അബ്കാരി നയം, ഇവരുടെ ഈ പുതിയ സർക്കാരിന്റെ നയം രൂപീകരിക്കണം. അങ്ങനെ നയം രൂപീകരിച്ചില്ല, അത് നയം രൂപീകരിക്കും. പക്ഷെ ഇതിനൊരു ഇതിനൊരു ടാക്സ് നിശ്ചയിച്ചു. ഇതാണ് ഇപ്പം ടാക്സ് കുറച്ചു. അതായത് മദ്യത്തിന്റെ നേരത്തെ, അതായത് വലിയ അളവിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള, അതായത് 40-45% ഒക്കെ ഉള്ള ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഈ വീര്യം കൂടിയ മദ്യത്തിന് 251% നികുതി. അപ്പൊ ഇവർ പറയുന്നത് അതിന്റെ അകത്തുനിന്ന് കുറച്ചില്ല. അത് തന്നെയാണ് 251% നിലവിലുള്ള നികുതി ഇപ്പൊ നിലവിലുള്ള എല്ലാ മദ്യങ്ങൾക്കും. ഇതൊരു പുതിയ കാറ്റഗറി ആദ്യമായിട്ട് വരുന്നു പറഞ്ഞാൽ സതീശനല്ല കൊണ്ടുവരുന്നത്, അത് LDF സർക്കാരാണ് കൊണ്ടുവരുന്നത്. ശരി തന്നെ, വീര്യം കുറഞ്ഞ മദ്യമാണ്. വീര്യം കുറഞ്ഞ മദ്യത്തെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. കേരളത്തിൽ നിന്ന് ഒറ്റയടിക്ക് മദ്യവർജനൊന്നും നടത്താൻ പറ്റില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. വി എം സുധീരൻ അറിയില്ല. അതാണ് പ്രശ്നം. ഈ നമ്മൾ വല്ലാണ്ട് സംശുദ്ധിയുടെ നിറകുടങ്ങൾക്ക് പ്രായോഗികമായി പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് വി എം സുധീരനെ നമുക്ക് വാഴ്ത്താം. അയാൾ മദ്യവർജനത്തിന്റെ ആളാണ്, മദ്യം അപകടകരമാണ്, ഇതൊക്കെ പറയാ. പക്ഷെ കേരളീയ സമൂഹത്തിൽ മദ്യത്തെ എങ്ങനെയാണ് നിങ്ങൾ മാറ്റി നിർത്തുക? പറ്റില്ല. ഒന്ന് ജനങ്ങളുടെ ശീലം അവിടെ കിടക്കട്ടെ. ഈ മദ്യത്തിൽ നിന്നുള്ള നികുതി ഇല്ലാതെ എങ്ങനെ ഭരിക്കാൻ പറ്റുക? ഈ വി എം സുധീരൻ അങ്ങനെയാണെങ്കിൽ ആ സൂത്രം ഒന്ന് വി ഡി സതീശന് പറഞ്ഞു കൊടുക്കണം. കേരളത്തിന്റെ പ്രധാനപ്പെട്ട നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ മദ്യത്തിൽ നിന്നുള്ള വരുമാനമാണ്. ഇപ്പൊ വീര്യം കുറഞ്ഞ മദ്യമയുടെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നികുതി വരുമാനം കൂടും. അപ്പൊ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പം പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കണ്ടേ? ഓരോ മാസവും KSRTC കൊടുക്കണ്ടേ? അഡീഷണൽ ആയിട്ട് കൊടുക്കണ്ടേ പൈസ? അല്ലെങ്കിൽ തന്നെ KSRTCക്കുള്ള ശമ്പളം സർക്കാർ കൊടുക്കണം. ആ ഒരു രീതിയിലാണ് LDF സർക്കാർ KSRTCയെ കൊണ്ട് ചെന്നെത്തിച്ചത്. പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റ മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടൊന്നും ഇത് KSRTCയെ മെച്ചപ്പെടുത്താനാവില്ല. കാരണം CP ജോൺ എന്ന് പറയുന്ന ഏറ്റവും മികച്ചൊരു മന്ത്രി തന്നെയാണ് KSRTCക്കുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഈ പൊതുഗതാഗത സംവിധാനത്തിലുള്ളത്. പക്ഷെ അതിന് സമയം പിടിക്കുന്നേ. അതുവരെ ഇവർക്ക് ശമ്പളം കൊടുക്കണ്ടേ, പെൻഷൻ കൊടുക്കണ്ടേ, ഈ സൗജന്യ യാത്രക്കുള്ള ഈ നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? ഇതൊക്കെ മാത്രമല്ല, ഇനി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അതാകെ 10 കോടിയെ വകയിരുത്തിയിട്ടുള്ളൂ. 10 കോടി വകയിരുത്തിയത് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനത്തിനാണ്, ഇതിന്റെ DPR തയ്യാറാക്കാനാണ്. അതല്ലാതെ ഇവർ പറയുന്ന മാതിരി ചാടിക്കറിയാണ്ട് ഇന്ദിരാ ഗ്യാരണ്ടികൾ മുഴുവനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുക്കണ്ടേ? ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കണ്ടേ? ഈ നമ്മുടെ ആശാവർക്കർമാർക്ക് അവരുടെ ഈ പറയുന്ന ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചൊരു കാര്യമുണ്ട്, 3000 രൂപ കൂട്ടി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് സാമ്പത്തികമായി സംസ്ഥാനത്തെ എന്ത് ചെയ്യണം? ശക്തിപ്പെടുത്തണം. ഇതിനുള്ള നടപടികളാണ് കഴിഞ്ഞ ഈ ബഡ്ജറ്റിൽ. ഒരു പൈസ പോലും നികുതി വർദ്ധിപ്പിച്ചില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സാധനത്തിന് നികുതി കൂട്ടിയിട്ടില്ല. അതിന് പകരം വളരെ ക്രിയാത്മകമായി,
അതാണ് ഈ നമ്മുടെ ഈ തീരദേശങ്ങളിൽ നിന്ന് അവിടുത്തെ ധാതു സമ്പത്ത് ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് സ്വകാര്യ മൂലധനം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ രീതിയിൽ വരും കാലത്തേക്ക് സംസ്ഥാനത്തെ കരകയറ്റാനുള്ള എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും അതിന്റെയൊക്കെ ഒരു തുടക്കമാണ് ഈ ബഡ്ജറ്റ്. അപ്പോഴാണ് VM സുധീരന്റെ കുത്തിത്തിരിപ്പ്. അതായത് ഈ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നയത്തിൽ നിന്ന്, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അതിന്റെ നികുതി കുറച്ചു കൊടുത്ത, വീണ്ടും ഞാൻ പറയുന്നു, നികുതി കുറച്ചതല്ല, നികുതി നിശ്ചയിച്ചതാണ്, എന്തെങ്കിലും ആവട്ടെ അതിൽ നിന്ന് സതീശൻ പിന്മാറണം. ഇതാണ് ആര് പറയുന്നത്? സുധീരൻ പറയുന്നത്. ഈ സുധീരൻ പണ്ട് ഉമ്മൻചാണ്ടിയെ കുളത്തിലിറക്കിയ കാര്യം എല്ലാവർക്കും അറിയില്ലേ അല്ലേ? കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരണത്തിന് കീഴില് മദ്യശാലകൾ മുഴുവൻ പൂട്ടണം, അതായിരുന്നു VM സുധീരന്റെ ഡിമാൻഡ്. അങ്ങനെയാണ് ഈ 10% ബീവറേജസ് ഔട്ട്ലെറ്റുകളൊക്കെ ഇങ്ങനെ പൂട്ടി അവസാനം VM സുധീരന്റെ നിർബന്ധം, പിടിവാശികൾ, അതിന്റെ അവസാനം നമ്മൾ കണ്ടത് എന്താണ്? കേരളത്തിലെ മദ്യശാലകളുടെ എണ്ണം, ഈ ബാറുകളുടെ എണ്ണം 29 കുറച്ചു. യഥാർത്ഥത്തിൽ കേരളത്തില് ഈ മയക്കുമരുന്ന് ലോബി പിടിമുറുക്കുന്നത് അപ്പോഴാണ്. കാരണം ജനങ്ങൾക്ക് മദ്യം കിട്ടുന്നില്ലാന്നേ. ഒരു ജില്ലയിൽ ഒരു ബാറൊക്കെ ഉള്ളൂ. ചില ജില്ലകളിൽ ബാർ തന്നെ ഇല്ല തോന്നുന്നു. അപ്പൊ ഒരു ബാറ് കയറി മദ്യപിക്കണമെങ്കിൽ ആൾക്കാര് എന്താ പറയാ, മൈലുകളോളം യാത്ര ചെയ്യണം, മദ്യം കിട്ടാനില്ലെന്നേ. അപ്പോ പിന്നെ പെട്ടെന്ന് കിട്ടുന്ന ലഹരി വസ്തുക്കൾ അവർക്ക് അതിനവർ അടിമകളായി. അതായത് നിങ്ങള് ഈ മദ്യം കിട്ടാതാവുമ്പോഴാണ് ആൾക്കാര് ഏറ്റവും അപകടകാരികളായ ഈ സിന്തറ്റിക് ഡ്രഗ്സിലേക്കോ പോകുന്നത്. അപ്പൊ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇത്തരത്തിലുള്ള ബാറുകളൊക്കെ പൂട്ടിക്കൊണ്ട് ഏറ്റവും വലിയ ദ്രോഹം ചെയ്തത് സുധീരനാണ്. ആ സുധീരൻ ഇപ്പൊ VD സതീശനെയും കുളത്തിലിറക്കാൻ പോവുകയാണ്. അതാണ് സതീശനോട് പറയുന്നത്. പക്ഷെ ഉമ്മൻചാണ്ടി ചെയ്ത വിഡ്ഢിത്തം ഏതായാലും സതീശൻ ചെയ്യില്ല എന്നാണ് ഞാൻ കരുതുന്നത്. സതീശന്റേതായ നിലപാടുകളുണ്ട്. അല്ലെ പറയാം, സുധീര വന്നിരുന്നാണ്ട് ഈ കസാലയിൽ ഇരുന്നോന്ന് പറയണം, അല്ലേ? അങ്ങനെയാ പറയേണ്ടത്. സുധീരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിൽ സുധീരൻ വന്നുകാണ്ട് എന്റെ കസാലയിൽ ഇരിക്കും, എന്നിട്ട് സുധീരൻ ഭരിക്കും. ശരി, ഈ പറയുന്ന മദ്യം മുഴുവൻ നിർത്തലാക്കുക, മദ്യം വേണ്ട. ലോട്ടറിയും ഒരു ചൂതാട്ടാണല്ലോ, ലോട്ടറി നമുക്ക് നിർത്തലാക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക? കാലി ഖജനാവും വെച്ച് കണ്ടിരിക്കുക. ശമ്പളം കൊടുക്കണ്ട, പെൻഷൻ കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. അങ്ങനെ ഭരിക്കാൻ പറ്റുമോ? ഇതാ ഞാൻ പറയുന്നത്. ഗാലറിയിൽ നിന്ന് നമുക്ക് എന്തോ വിളിച്ചു പറയാം, ഗാലറിയിൽ നിന്ന് അടിക്കടാ ഗോൾ എന്ന് പറയാം. പക്ഷെ ഇത് ഗോൾ അടിക്കേണ്ട ആൾക്കാരുടെ ബുദ്ധിമുട്ടുണ്ട്. അവൻ ഈ എതിർപക്ഷത്തിന്റെ പ്രതിരോധ നിലകളെ മറികടന്നു കൊണ്ടാണ് ചെല്ലാൻ. ഇതിന് അവന്റെ തന്ത്രങ്ങൾ മാത്രം പോരാ, അതിനനുസൃതമായി ഗാലറിയിൽ നിന്നുള്ള ഒരു പ്രോത്സാഹനം കൂടി വേണം. അതിന് പകരമാണ് ഗാലറിയിൽ നിന്ന് കണ്ട് കൂക്കി വിളിക്കുന്നത് ഈ സുധീരനെ പോലുള്ള ആൾക്കാർ. ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇതിനെ ഒരു എന്താ പറയാ അവസരമായി കണ്ടുകൊണ്ട് VD സതീശനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഏതായാലും പ്രതിപക്ഷത്തിന് അത് കഴിയുന്നില്ല. പണ്ടെന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് കുഞ്ചത്തമ്പില പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥിതിയാണ് ഇപ്പം. അതായത് CPM ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല. CPM കാരണം അവരുടെ പ്രതിപക്ഷ നേതാവ് തന്നെ എന്താ പറയാ, എണീറ്റ് നടക്കാൻ പറ്റാത്ത പാകത്തിലാണ്, വർത്താനം പറയാൻ പറ്റാത്ത പാകത്തിലാണ്. ഒന്നും പറയാൻ പറ്റുന്നില്ല അവർക്ക്. വേറൊരു സംഭവം എന്താ പറയുക, നമ്മളെ വീണ തൈക്കണ്ടിയെ 29-ാം തീയതി വീണ്ടും ED വിളിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഒരു പ്രതിപക്ഷ എന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് അറിയോ? ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞതാണ്. ഈ പ്രതിപക്ഷ നേതാവിന്റെ മോളെ ED രണ്ടാമതും വിളിപ്പിക്കുകയാണ്. ഇത് എന്തിനാണെന്നറിയോ? കേരളം ഞെട്ടുന്ന ഏറ്റവും വലിയ കൊള്ള നടത്തിയതിന്, അഴിമതി നടത്തിയതിന്, അല്ലെ, അഴിമതി പണം വാങ്ങിയതിന്. ഈ അഴിമതി പണം വീണക്ക് വേണ്ടിയിട്ടല്ല വാങ്ങിയത്, വീണയുടെ അച്ഛന് വേണ്ടിയിട്ടാണ് വാങ്ങിയതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ അച്ഛനാണ് ഇപ്പം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, VD സതീശന്റെ മോളാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു പരിപാടി ഒപ്പിച്ചതെങ്കിൽ CPM വെറുതെ ഇരിക്കുമോ? ഒന്ന് ആലോചിക്കും. വീണ തൈക്കണ്ടിക്ക് പകരം ഈ മാതിരി കരിമണൽ കർത്തായിൽ നിന്ന് പണം വാങ്ങുന്നത് VD സതീശന്റെ മോളാണെന്ന് വിചാരിക്കുക. എന്നിട്ട് പറയാണ് അത് കമ്പനിയും തമ്മിലുള്ള ഇടപാടാണ്, മുഖ്യമന്ത്രിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സമ്മതിക്കൂ? അപ്പൊ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതാണ്. എന്തുകൊണ്ട് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ രാജിവെച്ച് ഇറങ്ങിപ്പോണം എന്ന് എന്തുകൊണ്ട് ആരും പറയുന്നില്ല? BJPക്കാർ പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? കോൺഗ്രസ്സുകാർ എന്തുകൊണ്ട് പറയുന്നില്ല? അതിലെ പറയേണ്ടത്. ആ മനുഷ്യനെ നിയമസഭക്കുള്ളിൽ കയറ്റാൻ പറ്റുമോ? നിയമസഭ എന്ന് പറയുന്ന പവിത്രമായ ആ മന്ദിരത്തിലേക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന
പിണറായി വിജയന്റെ മോളാണ് ഈ പറയുന്ന എല്ലാവിധ ഈ രീതിയിലുള്ള അഴിമതികൾ നടത്തിയത് ഇയാൾക്ക് വേണ്ടിയിട്ട് എന്ന് ഏറെക്കുറെ ബോധ്യമായ സ്ഥിതിക്ക് ഈ മനുഷ്യനെ വീണ്ടും നിയമസഭക്കുള്ളിൽ വിളിച്ചു കയറ്റാൻ പറ്റും, പുറത്ത് നിർത്തണ്ടേ അല്ലേ? കടക്ക് പുറത്തെന്ന് പറയണ്ടേ? ആ പറയാൻ ആരുമില്ലേ? എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്. അതായത് പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും ഇയാളെ കുറിച്ച് മിണ്ടാൻ പേടിയാണ്. പാർട്ടി ദേശീയ സെക്രട്ടറി പോലും പേടിക്കുകയാണ്. അതാണ് കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ പറഞ്ഞത്. നമ്മളെ ബിഗ് ടി വിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഗോവിന്ദൻ ഇങ്ങനെ നടുവിലിരിക്കുന്നത്, ഇങ്ങപ്പുറത്ത് വേണു, ഇങ്ങപ്പുറത്ത് വിജയകുമാറിന്റെയും വേണുവിന്റെയും, നമുക്കറിയാലോ വേണുവും വിജയകുമാർ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും മികച്ച രണ്ട് ജേർണലിസ്റ്റുകളാണ്. ഇവർക്ക് നടുവിലാണ് ആരിയിരിക്കുന്നത്? ഈ കടലിലും ചെറുത്താനും ഇടയിൽ കുടുങ്ങിപ്പോയി എന്ന് പറയുന്ന പോലെ ഈ അപ്പം ഗോവിന്ദൻ ഇരിക്കുന്നത്. പക്ഷെ അപ്പം ഗോവിന്ദന് ബേജാറൊന്നുമില്ല. കാരണം ഇയാൾ വിഡ്ഢിച്ചിരിയുമായി. ഇയാളുടെ എന്താ പറയാ, ഇയാളുടെ മനസ്സിലുള്ള എല്ലാ അബദ്ധധാരണകൾ ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടുക്കള കുറെ വിഡ്ഢിച്ചിരിഞ്ഞിരിക്കുന്ന ഇവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. വേണും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, വിജയകുമാറും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എല്ലാ വിഡ്ഢിത്തരങ്ങളും പറയുന്നു. അതിന്റെ അടുക്കാണ് ഇയാൾ പറയുന്നത് ദേശീയ സെക്രട്ടറി അങ്ങനെ പലതും പറയും. ഒന്ന് ആലോചിച്ച് നോക്കണം. CPM സംസ്ഥാന സെക്രട്ടറി പറയാണ് ദേശീയ സെക്രട്ടറി അങ്ങനെ പലതും പറയും. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് കാരണഭൂതം പറഞ്ഞാണ് ശരി. ആ പറഞ്ഞത് എപ്പോഴാന്ന് വെച്ചാലേ, നമ്മുടെ PK ശ്യാമള ഉണ്ടല്ലോ, മൂപ്പരുടെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ ഭൂരിപക്ഷ ആൾക്കാരും എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ MV ഗോവിന്ദന് ആ സ്ഥാനാർത്ഥി ഇതൊന്ന് പിൻവലിപ്പിക്കാമായിരുന്നല്ലോ, ഭാര്യനോട് പറയായിരുന്നല്ലോ. പാർട്ടിയിൽ എല്ലാവരും എതിരാണ്, തൽക്കാലം മത്സരിക്കാതെ മാറി നിൽക്ക്, വേറെ സുകന്യോ ആരെങ്കിലും മത്സരിക്കട്ടെ എന്ന് ഗോവിന്ദന് പറയാമായിരുന്നല്ലോ എന്ന് നമ്മുടെ ബേബി സഖാവ് EMS സ്മൃതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണ പരമ്പരയിൽ മൂപ്പര് പറഞ്ഞു. അതിൽ MV ഗോവിന്ദൻ എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും അരിയാഹാരം കഴിക്കുന്ന, ഗോതമ്പാഹാരം കഴിക്കുന്ന നമുക്കൊക്കെ മനസ്സിലാവും. ബേബി സഖാവ് കുറ്റപ്പെടുത്തിയത് ആരെയാണ്? ഗോവിന്ദനെയാണ്. ഗോവിന്ദന്റെ നിലപാട് ശരിയായില്ല. PK ശ്യാമള മത്സരിച്ചപ്പോൾ PK ശ്യാമളയോട് പറയണമായിരുന്നു മത്സരിക്കണ്ട, കാരണം അത് ശരിയല്ല, കാരണം ഈ പാർട്ടി അംഗങ്ങൾക്കൊക്കെ എതിർപ്പിട്ടത് പറയണമായിരുന്നു. പറഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റാണെന്നാണ് ബേബി സഖാവ് പറഞ്ഞത്. അപ്പൊ ഗോവിന്ദൻ പറയുന്നത് എന്താണ്? അതൊന്നും നമ്മൾ അതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ എനിക്കെതിരെയും കാരണഭൂതത്തിനെതിരെയും ഒന്നും മിണ്ടരുത്. ഇതാണ് ഗോവിന്ദൻ പറഞ്ഞത്. അപ്പൊ ഞാൻ വഴിമാറിപ്പോയി. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മുടെ സുധീരന്റെ ഈ ഗാലറി കളിയെ കുറിച്ചാണ് കേട്ടോ. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആരെ വിമർശിക്കുകയാണ്? നമ്മുടെ VD സതീശന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുകയാണ് മാധ്യമ പ്രവർത്തകർ. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഏഷ്യാനെറ്റ് ചർച്ചയിൽ അബ്ജോദ് വർഗീസ് VD സതീശനെ എങ്ങനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് VD സതീശൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോഴാണ് ചെക്കുട്ടി മാഷ് പറഞ്ഞത് ഇതൊക്കെ സാധാരണമാണ്, കേരള രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സാധാരണമാണ്. ഇത് VD സതീശൻ മാത്രമല്ല, എല്ലാ ആൾക്കാരും ചെയ്ത കാര്യമാണ്. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ വിമർശിക്കും. അതേ കാര്യം തന്നെ ഈ ഭരണപക്ഷത്തിൽ ഇരുന്നും കണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? കാരണം ഇത് ഏറ്റവും വലിയ ഒരു ടെൻഷൻ ഉള്ള ഒരു പണിയാണ് ഈ ഭരണപക്ഷത്ത് ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുക പറഞ്ഞാൽ. അപ്പൊ കാരണഭൂതം 10 കൊല്ലം നമ്മുടെ മുന്നിലുള്ള അനുഭവമല്ലേ കേരളത്തെ കുളം തോണ്ടിയത്. ഇതേപോലെ കുളം തോണ്ടാൻ സതീശന് പറ്റുമോ? സതീശന് പറ്റില്ല. അപ്പൊ സതീശന് വളരെ കൃത്യമായിട്ട് അറിയാം എങ്ങനെ ഭരിക്കണമെന്ന്. അതിന്റെ ഭാഗമായിട്ടാണ് സതീശൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ സുധീരന്മാര് ഗാലറിയിൽ വന്നിരുന്നങ്ങാണ്ട് ഇനിയും ഈ രീതിയിലുള്ള നിർദ്ദേശങ്ങളൊന്നും നൽകണ്ട, എങ്ങനെ ഗോളടിക്കണമെന്ന് VD സതീശന് കൃത്യമായിട്ട് അറിയാം. അപ്പം ഇങ്ങനെ VM സുധീരനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് അബ്ജോദ് വർഗീസുമാരൊന്നും ശ്രമിക്കേണ്ട. കാരണം കഴിഞ്ഞ 30 ദിവസം കൊണ്ട്, കഴിഞ്ഞ 33 ദിവസം കൊണ്ട് VD സതീശൻ തെളിയിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇന്നോളം ഭരിച്ച എല്ലാ മുഖ്യമന്ത്രിമാരെക്കാളും വളരെ കൃത്യമായി ജനപ്രിയ നടപടികളുമായി, ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി, ക്രിയാത്മക നടപടികളുമായി പുതുയുഗത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള ഭരണ സംവിധാനമാണ് ഇവിടെ ഉള്ളത് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് VD സതീശൻ ഈ രീതിയിൽ. എനിക്ക് തോന്നുന്നില്ല VM സുധീരൻ എന്തൊക്കെ കത്തെഴുതിയാലും, VM സുധീരൻ പണ്ട് എന്താ പറയാ കരുണാകരന് ഇതേപോലെ കത്തയച്ചിട്ടുണ്ട്. ലീഡർക്ക് വരെ കത്തയച്ച പുള്ളിയാണ്. ലീഡറെ തിരുത്തിപ്പിക്കാൻ AK ആന്റണിക്ക് കത്തയച്ചിട്ടുണ്ട്, OC-ക്ക് കത്തയച്ചിട്ടുണ്ട്. അവസാനം കുടുങ്ങിപ്പോയത് OC മാത്രമാണെന്നേ ഉള്ളൂ. അപ്പൊ ഏതായാലും VM സുധീരൻ ഇനിയും കത്തയക്കും. VM സുധീരനോട് ബഹുമാനമുണ്ട്. VM സുധീരൻ ആദർശശാലിയാണ്. ആദർശശാലികൾക്ക് 100% ആദർശശാലികൾക്ക് അങ്ങനെ ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഭരിക്കാനൊന്നും ഇന്നത്തെ അവസ്ഥയിൽ, പ്രത്യേകിച്ച് ഞാൻ ഇന്നത്തെ അവസ്ഥയിൽ എന്ന് പറയാൻ കാരണം പിണറായി വിജയൻ കഴിഞ്ഞ 10 കൊല്ലം കുളമായി മാറ്റിയ ഈ ഒരു സംസ്ഥാനത്ത് ഇരുന്നു കൊണ്ട്
ആദർശത്തിന്റെ പരിവേഷവുമായിട്ടൊന്നും ഭരിക്കാൻ പറ്റൂല. നമ്മൾ പരമാവധി നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായി ജനങ്ങൾക്ക് അവരുടെ അഭിലാഷത്തിനനുസരിച്ച് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിലൂടെ യുവാക്കൾക്ക് അവർക്ക് ജോലി സാധ്യതകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാടിന്റെ ഒരു വികസനം, ആ രീതിയിലുള്ള ഒരു വലിയ ബൃഹത്തായ ഒരു പദ്ധതിയാണ് നമുക്ക് മുമ്പിലുള്ളത്. കരിമണൽ ഖനനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. പണ്ട് നേരത്തെ വി.ഡി. സതീശൻ അല്ലെങ്കിൽ വി.ഡി. സതീശനും വേണുഗോപാലൊക്കെ അല്ലെ, കെ.സി. വേണുഗോപാലൊക്കെ കേന്ദ്രത്തിന് വിമർശിച്ചിരുന്നു. കാരണം കേന്ദ്രമാണ് ഈ കരിമണൽ ഖനനത്തിന് സ്വകാര്യ മേഖലക്ക് കൂടി അതിനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള നിയമം പരിഷ്കരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വി.ഡി. സതീശൻ ഇത്തരത്തിലുള്ള ബൃഹത് പദ്ധതികളുമായി ഈ സമുദ്ര എന്താ പറയാ ഈ പുതിയ പദ്ധതി ഉണ്ടല്ലോ സതീശൻ കൊണ്ടുവന്ന ഈ തീരദേശവും സമുദ്രവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു വികസന സ്വപ്നം എന്നുള്ളതിലേക്ക് വി.ഡി. സതീശനെ നയിച്ചത്. ഇതിനാവശ്യമായ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാരാണ്. അക്കാലത്ത് നരേന്ദ്രമോദിയെ വിമർശിച്ചു, കെ.സി. വേണുഗോപാൽ വിമർശിച്ചു, വി.ഡി. സതീശനൊക്കെ വിമർശിച്ചിട്ടുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ഇതാണ് സാധ്യത. കേരളം രക്ഷപ്പെടണമെങ്കിൽ കേരളത്തിന്റെ ധാതു സമ്പത്ത് ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കണം. അതല്ലാതെ കാലാകാലത്തോളം ഇങ്ങനെ ഈ മദ്യത്തിന്റെയും ലോട്ടറിന്റെയും ലാഭം മാത്രം എടുത്തിട്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? അപ്പൊ ഇതാണ് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊള്ളുക. കാരണം സതീശൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കുത്തിത്തിരിപ്പുകൾ കേട്ടിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് അനുസരിച്ച് തുള്ളുന്ന ആളൊന്നുമല്ല. സതീശന്റേതായ വ്യക്തമായ നിലപാടുകളുണ്ട്. പിന്നെ അഭിപ്രായം ലിജു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, രമേശ് ചെന്നിത്തല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇവർ കത്തിക്കാൻ നോക്കാണ്. ലിജുവിന് തൃപ്തികരമല്ല ലിജുവിന്റെ നിലപാട്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അവർക്കൊക്കെ അതൃപ്തിയാണ്. ഇവരൊക്കെ പറയുന്നേ കാരണം നേരത്തുള്ള രീതിയിലല്ലല്ലോ. നേരത്തെ പിണറായി ആവുമ്പോൾ ആരും മിണ്ടില്ല. പിണറായി ഇപ്പൊ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ആരും മിണ്ടില്ല. പക്ഷെ ഇത് കോൺഗ്രസ് ആണെന്നേ. വി.ഡി. സതീശന്റെ തീരുമാനങ്ങൾക്ക് ലിജു ചിലപ്പോൾ എതിർ അഭിപ്രായം പറയും. ലിജുവിന്റേതായ അഭിപ്രായം ഉണ്ടായിരിക്കും ലിജു പറയും. ചെന്നിത്തലയുടേതായ അഭിപ്രായം ഉണ്ടായിരിക്കും ചെന്നിത്തല പറയും. കാരണം ഇത് മാറിനേ. അതാ പറയുന്നത്, ഇത് ഒരു സ്റ്റാലിനിസ്റ്റ് രീതിയിലല്ല വി.ഡി. സതീശന്റെ പ്രവർത്തനം. അത് വളരെ കൃത്യമായി അദ്ദേഹം ഒരു നെഹ്റുവിയൻ ലെഫ്റ്റ് ആണെന്ന് വി.ഡി. സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നെഹ്റുവിയൻ ലെഫ്റ്റ് ആണ് എന്റെ പാത. ആ പാതയിലൂടെ മുന്നേറുമ്പോൾ ഇത്തരത്തിലുള്ള എതിർ ശബ്ദങ്ങൾ ഉണ്ടാവും, ഇത്തരത്തിലുള്ള കത്തുകളൊക്കെ വരുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിനോടൊക്കെ പ്രതികരിച്ചുകൊണ്ട് തന്റെ നിലപാടുകൾ വളരെ വ്യക്തമായി ഇവരെ മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഭരണമാണ് നടത്തേണ്ടത്. അതല്ലാതെ പണ്ട് ഈ അച്ഛനും മോനും കഴുതനെ കൊണ്ടുപോയ ഒരു കഥയുണ്ടായിരുന്നല്ലോ അല്ലേ. കഴുതയെ നടത്തിക്കൊണ്ടുപോയപ്പോൾ പറഞ്ഞു, ഈ അച്ഛനെ എന്തിനാണ് ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത്, അച്ഛനെ കഴുതന്റെ പുറത്ത് കയറ്റിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ കഴുതന്റെ പുറത്ത് കയറ്റി. അപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു, എങ്ങനെയാണ് അച്ഛനെ എന്താ കഴുതന്റെ പുറത്ത് കയറുന്നത്, അച്ഛനെ ഇറക്കി മോനെ കയറ്റിക്കൂടെ എന്ന് പറഞ്ഞു. പിന്നെ അത് കേട്ടപ്പോൾ ഒരു മോനെ കയറ്റാൻ തുടങ്ങി. അവസാനം പറഞ്ഞു, കഴുതനെ എന്തിനാ നടത്തിക്കൊണ്ടു പോകുന്നത് ചോദിച്ചു. അപ്പോൾ അവസാനം കഴുതന്റെ കൈയും കാലൊക്കെ ഒരു വടീന്റെ മേലെ കെട്ടിയിട്ട് അത് കഴുതനെയും ചുമന്നുകൊണ്ട് ഇവർ നടന്നു. അമ്മാതിരി കഴുതയെ ഈ മുളവടിയിൽ കെട്ടിക്കൊണ്ട് അതുമായി നടക്കാനൊന്നും സതീശന് കിട്ടില്ല. സതീശൻ എല്ലാവരും പറയുന്ന ഈ തോന്നിവാസങ്ങൾക്കൊക്കെ കേട്ടിട്ട്, അല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്ന കൃത്യമായ നിലപാടില്ലാത്ത, അല്ലെങ്കിൽ കൃത്യമായി പ്രാവർത്തികമായി, അങ്ങനെയാണ് ഞാൻ പറയുന്നത്, പ്രാവർത്തികമായി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഈ സംശുദ്ധിയുടെ പേരിൽ, വിശുദ്ധിയുടെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടൊന്നും നമുക്ക് ഒരു ഭരണത്തിലിരിക്കുമ്പോൾ കുറെ കൂടി നമ്മൾ പ്രായോഗികമായ രീതിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ ആ രീതിയിൽ സതീശൻ ഭരണം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം കേട്ടോ.